ഇന്ന് സംസാരിക്കുന്നത് തെയ്യങ്ങളുടെ രൂപവൈവിധ്യത്തെക്കുറിച്ചാണ്. തെയ്യങ്ങളിൽ ഉപയോഗിക്കുന്ന മുടി, ഉടയാടകൾ, മുഖത്തെഴുത്ത്, മെയ്യെഴുത്ത്, പിന്നെ അതുകൂടാതെ പൊയ്ക്കാത്, പൊയ്ക്കണ്ണ് പോലുള്ള സങ്കല്പങ്ങൾ വ്യത്യാസം കൊണ്ട് തെയ്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിൽ ആ ലിസ്റ്റാണ് ഇന്ന് സംസാരിക്കുന്നത്. അതായത് മുടിയുടെ വ്യത്യാസം കൊണ്ട് ഏതൊക്കെ തെയ്യങ്ങളുണ്ട്, അതുപോലെ ഉടയാടയുടെ വ്യത്യാസം കൊണ്ട് ഏതൊക്കെ തെയ്യങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആ ലിസ്റ്റാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇത് ഡോക്ടർ എം പി വിഷ്ണു നമ്പൂതിരി എഴുതിയ തെയ്യം രൂപവൈവിധ്യം എന്ന ലേഖനത്തിൻ്റെ തുടർച്ചയാണ്. അല്ലെങ്കിൽ ആ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ, പക്ഷേ ആ ലിസ്റ്റായിട്ട് അവതരിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ആദ്യം മുടിയെപ്പറ്റിയാണ്. മുടി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ പലതരത്തിലുണ്ട്. അതിൻ്റെ പേരുകൾ ആദ്യം പറയാം. വലിയ മുടി, വട്ടമുടി, പീലിമുടി, ചെറിയ വട്ടമുടി, പൂക്കട്ടിമുടി, ചട്ടമുടി, കൂമ്പുമുടി, കൊതച്ചമുടി, ഓങ്കാരമുടി, പാളമുടി, ഓലമുടി, ഇലമുടി, പുറത്തട്ട് അല്ലെങ്കിൽ ചെറ്റമുടി. ഇപ്പോൾ പ്രധാനപ്പെട്ട മുടികളെ പറ്റിയാണ് ആ വാക്കുകൾ ഒന്നുകൂടെ. വലിയ മുടി, വട്ടമുടി, പീലിമുടി, ചെറിയ വട്ടമുടി, പൂക്കട്ടിമുടി, ചട്ടമുടി, കൂമ്പുമുടി, കൊതച്ചമുടി, ഓങ്കാരമുടി, പാളമുടി, ഓലമുടി, ഇലമുടി, പുറത്തട്ട് അല്ലെങ്കിൽ ചെറ്റമുടി. അതിൽ വലിയ മുടി ഉള്ള തെയ്യങ്ങൾ തിരുവർക്കാട്ട് ഭഗവതി, ആയിത്തി ഭഗവതി, പടക്കത്തി ഭഗവതി, കടമ്പേര് ഭഗവതി. തിരുവർക്കാട്ട് ഭഗവതി, ആയിത്തി ഭഗവതി, പടക്കത്തി ഭഗവതി, കടമ്പേര് ഭഗവതി. വട്ടമുടിയുള്ള തെയ്യങ്ങൾ കക്കര ഭഗവതി, മാക്ക ഭഗവതി, കൊറക്കാട്ട് ഭഗവതി, ആലാട ഭഗവതി, ചെറളത്ത് ഭഗവതി. പീലിമുടിയുള്ളത് പാക്കാൻ തെയ്യം, കന്നിക്കൊരുമകൻ തെയ്യം, ഊർപ്പഴച്ചി, വേട്ടയ്ക്കൊരുമകൻ, കരിന്തിരി നായർ. ചെറിയ വട്ടമുടി ഉപയോഗിക്കുന്ന തെയ്യം വസൂരിമാല. പൂക്കട്ടിമുടി വീരപുരുഷന്മാർക്ക് വേണ്ടിയുള്ളതാണ്. കതിവന്നൂർ വീരൻ, പാടാർകുളങ്ങര വീരൻ, തുളുവീരൻ, ഇളം കരുമകൻ, കണ്ടനാർകേളൻ, കാലിച്ചേകോൻ, പടവീരൻ, കെന്ത്രോൻ പയ്യമ്പള്ളി ചന്തു, ഇതെല്ലാം അതിനകത്ത് വരും. ചട്ടമുടി ഉപയോഗിക്കുന്നത് കാളപ്പുലി, കണ്ടപ്പുലി, പുലിയൂര് കണ്ണൻ, പുലിക്കണ്ടൻ, മണികണ്ഠൻ. കൂമ്പുമുടി ഉപയോഗിക്കുന്ന വണ്ണൻ സമുദായത്തിലുള്ളവരാണ്. ബപ്പുരിയാൻ, പൂമാരുതൻ, അങ്കക്കാരൻ. കൊതച്ചമുടി ഉപയോഗിക്കുന്നത് കരിമുരുക്കൻ തെയ്യം, പുതിച്ചോൺ തെയ്യം, വൈരജാതൻ. ഓങ്കാരമുടി ഉപയോഗിക്കുന്ന തെയ്യം തലച്ചിലവനാണ്. പാളമുടി ഉപയോഗിക്കുന്നത് കമ്മാടത്ത് ഭഗവതി. ഓലമുടി ഉപയോഗിക്കുന്നത് പുള്ളി ഭഗവതി, കരിഞ്ചാമുണ്ടി, നാഗകന്നി. ഇലമുടി ഉപയോഗിക്കുന്നത് പച്ചില ഭഗവതി, മൂലംപെറ്റ ഭഗവതി, കല്ലേരിയവം. പുറത്തട്ട് അല്ലെങ്കിൽ ചെറ്റമുടി ഉപയോഗിക്കുന്ന മലയർ സമുദായക്കാരാണ്. രക്തചാമുണ്ടി, മടൽ ചാമുണ്ടി, രക്തേശ്വരി പോലുള്ളങ്ങൾ. അപ്പോൾ ഇങ്ങനെ മുടിയുടെ വ്യത്യാസം അനുസരിച്ച് വിവിധങ്ങളായ തെയ്യങ്ങളെ നമുക്ക് വർഗീകരിക്കാം. വലിയ മുടി, വട്ടമുടി, പീലിമുടി, ചെറിയ വട്ടമുടി, പൂക്കട്ടിമുടി, ചട്ടമുടി, കൂമ്പുമുടി, കൊതച്ചമുടി, ഓങ്കാരമുടി, പാളമുടി, ഓലമുടി, ഇലമുടി, പുറത്തട്ട് അല്ലെങ്കിൽ ചെറ്റമുടി. ഇനി ഉടയാടകളുടെ വ്യത്യാസം. ഉടയാടകൾ സാധാരണ ചിറകുടുപ്പ്, വെളുമ്പൻ, കാണിമുണ്ട്, ഉടയിൽ തന്നെ വട്ടൊട, അതിനെ അടുക്കും ഞാലിയുമെന്ന് പറയും. ഇനി ഉടയിൽ തന്നെ പരന്ന ഉടയ വിധാനത്തറ എന്ന് പറയും. പിന്നെ ഒലിയുടുപ്പ് അല്ലെങ്കിൽ കുരുത്തോല കൊണ്ടുണ്ടാക്കിയ ഉടുപ്പ്. അപ്പോൾ ചിറകുടുപ്പ്, വെളുമ്പൻ, കാണിമുണ്ട്, വട്ടൊട അല്ലെങ്കിൽ അടുക്കും ഞാലിയും, ഉടയിൽ തന്നെ വിധാനത്തറ, പിന്നെ ഒലിയുടുപ്പ്. അതിൽ ചിറകുടുപ്പ് ഉപയോഗിക്കുന്നത് പൂക്കട്ടിമുടി ഉപയോഗിക്കുന്നവരാണ്. കതിവന്നൂർ വീരൻ, പാടാർകുളങ്ങര വീരൻ, തുളുവീരൻ, കണ്ടനാർകേളൻ. വെളുമ്പൻ ഉടയാടൽ ഉപയോഗിക്കുന്നത് ഭൂതം, കരിങ്കാളി, പുതിയ ഭഗവതി, പുള്ളി ഭഗവതി, രക്തേശ്വരി, രക്തചാമുണ്ടി. കാണിമുണ്ട് ഉപയോഗിക്കുന്നത് പള്ളിക്കരിവേടൻ, തോറ്റങ്ങൾ. ഉടയിൽ വട്ടട ഉപയോഗിക്കുന്നത് വട്ടടയ്ക്ക് അടുക്കും ഞാലിയും എന്ന് പറയും. കണ്ടനാർകേളൻ, കതിവന്നൂർ വീരൻ, വേട്ടയ്ക്കൊരുമകൻ, ഊർപ്പിഴച്ചി, കന്നിക്കൊരുമകൻ. ഉടയിൽ വിധാനത്തറ എന്നറിയപ്പെടുന്നത് മുച്ചിലോട്ട് ഭഗവതി, കണ്ണങ്കാട്ട് ഭഗവതി, പടക്കത്തി ഭഗവതി, ക്ഷേത്രപാലൻ. ഒലിയുടുപ്പിൽ കുരുത്തോല ഉപയോഗിച്ചാണ് ഒലിയുടുപ്പ് ഉണ്ടാക്കുന്നത്. ചാമുണ്ടി, പൊട്ടൻ തെയ്യം, വിഷ്ണുമൂർത്തി തെയ്യം, ഗുളികൻ തെയ്യം തുടങ്ങിയവ. ഇനി മുഖത്തെഴുത്തിൻ്റെ വ്യത്യാസങ്ങളാണ്. മുഖത്തെഴുത്തിന് ഉപയോഗിക്കുന്നത് മഷി, മഞ്ഞൾ, അരിച്ചാന്ത്, മലയോല, ചായില്യം മുതലായവ. അതിൽ മുഖത്തെഴുത്തിൻ്റെ വിവിധ പദങ്ങൾ ഇങ്ങനെയാണ്. കുറ്റിശങ്കം പ്രാക്കും, വൈരിദ്ദളം, മാൻകണ്ണെഴുത്ത്, മാൻകണ്ണും വില്ലുകുറിയും, നരികുറിച്ചെഴുത്ത്, ഇരട്ട ചുരുട്ടെഴുത്ത്, കൊടുമ്പുരികം വച്ചെഴുത്ത്, വട്ടക്കണ്ണിട്ടെഴുത്ത്, കട്ടാരവും പുള്ളിയും. കുറ്റിശങ്കം പ്രാക്കും, വൈരിദ്ദളം, മാൻകണ്ണെഴുത്ത്, മാൻകണ്ണും വില്ലുകുറിയും, നരികുറിച്ചെഴുത്ത്, ഇരട്ട ചുരുട്ടെഴുത്ത്, കൊടുമ്പുരികം വച്ചെഴുത്ത്, വട്ടക്കണ്ണിട്ടെഴുത്ത്, കട്ടാരവും പുള്ളിയും. അതിൽ കുറ്റിശങ്കൻ പ്രാക്കും എന്നത് സാധാരണ പ്രാക്കെഴുത്തെന്ന് പറയും. വലിയ മുടി ഉപയോഗിക്കുന്നവരാണ്.
മുച്ചിലോട്ട് ഭഗവതി, കണ്ണങ്കാട്ട് ഭഗവതി, വീരർകാളി, വടാർകുളങ്ങര ഭഗവതി മുതലായവ അതിനകത്ത് വരും. വൈരുദ്ദളം ഉപയോഗിക്കുന്നത് നരമ്പിൽ ഭഗവതി, ധൂമാ ഭഗവതി, അങ്കക്കുളങ്ങര ഭഗവതി. മാൻകണ്ണെഴുത്ത് മരക്കലത്തമ്മ, ചെമ്പിലോട്ട് ഭഗവതി. മാൻകണ്ണ് വില്ലുകുറി നാഗകന്യമ്മ. നെരികുറിച്ചെഴുത്ത് പുലിയൂര് കാളി, പുള്ളിക്കരിങ്കാളി. ഇരട്ട ചുരുട്ടെഴുത്ത് കണ്ടനാർകേളൻ, വീരൻ. കൊടുംപുരുക്കം വച്ചെഴുത്ത് ഊർപ്പിഴച്ചി, പൂമാരുതൻ. വട്ടക്കണ്ണിട്ടെഴുത്ത് വയനാട്ട് കുലവൻ. കട്ടാരവും പുള്ളിയും വേട്ടക്കുരുമകൻ. ഇനി മെയ്യെഴുത്തിൽ മഞ്ഞയും ചുവപ്പും അരിച്ചാന്തും ഒക്കെ ഉപയോഗിക്കുന്ന തരം തെയ്യങ്ങളുണ്ട്. അതിൽ മഞ്ഞ തയ്ക്കുന്ന തെയ്യം ബാലിത്തെയ്യം, വയനാട്ട് കുലവൻ, കണ്ടനാർകേളൻ, കരിന്തിരി നായർ, പുള്ളിക്കരിങ്കാളി. അരിച്ചാന്തും ചുവപ്പ് ഉപയോഗിക്കുന്നത് പള്ളിക്കരുവേടനാണ്. അരിച്ചാന്ത് മാത്രം ഉപയോഗിക്കുന്നത് കതിവന്നൂർ വീരൻ, വെളുത്തഭൂതം, കന്നിക്കരുമകൻ, തെക്കൻ കരിയാത്തൻ. പരുന്തുവാലട്ടെഴുത്ത് എന്ന മെയ്യെഴുത്ത് ഉപയോഗിക്കുന്നത് കരിങ്കുളം മകൻ, ഇളംകരുമകൻ തെയ്യം. ചുവപ്പ്, മഞ്ഞ, പച്ച മലയോല എന്ന് ഉപയോഗിക്കുന്നത് പച്ചമനയോല എന്ന് ഉപയോഗിക്കുന്നത് ചുവപ്പ്, മഞ്ഞ, പച്ചമനയോല ഉപയോഗിക്കുന്ന ഉറുപ്പഴച്ചി, വേട്ടക്കുരുമകനുമാണ്. ഇനി ഇതിൻ്റെ രൂപവൈവിധ്യങ്ങൾ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പൊയ്മുഖത്തിനും പൊയ്ക്കണ്ണ്, പൊയ്നാക്ക്, പൊയ്ക്കാത് പോലുള്ള വ്യത്യാസം വരുമ്പോഴത്തേക്കും തെയ്യങ്ങൾ വ്യത്യാസപ്പെടുന്നു. അതിൽ പൊയ്മുഖമായി കണ്ണാമ്പാളം ഉപയോഗിക്കുന്നത് പൊട്ടൻ തെയ്യമാണ്, അല്ലെങ്കിൽ ഗുളികൻ തെയ്യം ഉപയോഗിക്കുന്നു. പൊയ്ക്കണ്ണായിട്ട് ഉപയോഗിക്കുന്നത് കുട്ടിച്ചാത്തൻ തെയ്യം, ഭൈരവൻ, കാലിച്ചേകോൻ, വയനാട്ടുകുലവൻ, തിരുവപ്പൻ, പുള്ളി ഭഗവതി. വെളുത്ത താടി ഉപയോഗിക്കുന്ന നാഗകണ്ഠൻ, മുത്തപ്പൻ, പൂക്കുട്ടിച്ചാത്തൻ. കരിന്താടി ഉപയോഗിക്കുന്ന പൂമാരുതൻ, പള്ളിക്കരിവേടൻ, മുൻ നായരീശ്വരൻ. ഇനി കറുത്ത തൂക്കുതാടി ഉപയോഗിക്കുന്നത് ക്ഷേത്രപാലകൻ, കരിങ്കുട്ടിച്ചാത്തൻ. പിന്നെ അത് കൂടാതെ അരയിൽ കെട്ടാൻ വേണ്ടി അടുക്കപലക, വളയൻ, ഒട്ടിയാണം പോലുള്ളത് ഉപയോഗിക്കുന്നു. പിന്നെ കൂടാതെ കൈവള, കടകം, കയ്യുറ, ചെന്നിപ്പത്തി, ചിലമ്പ്, തലപ്പാളി, പിന്നെ ചെയ്യാക്ക്, ദംഷ്ടകൾ പോലുള്ളതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്.